गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। നിങ്ങൾ അദ്വൈത ദീപികയിൽ 4-ാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. പേരായിരം പ്രതിഭയായിരമിങ്ങിവറ്റിലാരാരെഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായിൽ നേരിതു കിനാവുണരും വരയ്ക്കും നേരാമുണർന്നളവുണർന്നവനാമശേഷം നേരല്ല ദൃശ്യമിതു ദൃക്കിന നീക്കി നോക്കിൽ വേറല്ല വിശ്വമറിവാം അറിവിൽ പ്രവാഹം കാര്യത്തിൽ നിൽപ്പതിഹ കാരണ സത്തയന്യേ വേറല്ല വീചിതിരിപ്പറിയത്രേ വാസസ്സു തന്തുവിതു പഞ്ഞീതാദിമൂലഭൂത പ്രഘാതമിതുമോർത്തിരി പ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു ബാധസ്സു പോലെ പരമാവധി ബോധമത്രേ. വൃത്തിസ്ഥമാമറിവിൽ വിശ്വവുമില്ലതിൻ്റെ പിതാം അവിദ്യയതുമില്ല വിളക്കു വന്നാൽ അദ്ദിക്കിലെങ്ങും ഇരുളിൽ ഉടനങ്ങു വർത്തിവിട്ടാൽ വിളക്കു പൊലിയുന്നിരുളും വരുന്നു. വൃത്തിസ്ഥമാമറിവിൽ വിശ്വവുമില്ല, അതിൻ്റെ വിത്താം അവിദ്യയതുമില്ല. വൃത്തിസ്ഥമാം അറിവ്, വൃത്തിയിൽ നിലകൊള്ളുന്ന അറിവ്. അതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ സാമാന്യമായി വിചാരം ചെയ്തു. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഏതൊരു വിഷയഗ്രഹണത്തിനും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന് വ്യത്യാസമില്ല. നമ്മൾ ഏതൊരറിവ് നേടുമ്പോഴും അതെല്ലാം അന്ധകരണത്തിലെ വൃത്തി രൂപത്തിലാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിൻ്റെ വിഷയാകാര പരിണാമമാണ് വൃത്തി. ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ, ഇവ ചേർന്ന സംഘാതങ്ങൾ എന്തിനെ നമ്മൾ അറിയുന്നുണ്ടോ തദാകാരത്തിൽ അന്ധകരണം ആദ്യം തീരുന്നു. 2, അങ്ങനെ വിഷയാകാരതയെ പ്രാപിച്ച അന്ധകരണത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഈ 2 പ്രക്രിയകൾ നടക്കുമ്പോഴാണ് വിഷയഗ്രഹണം എന്നുള്ളത് ഉണ്ടാവുന്നത്. ഇപ്പൊ വേദാന്തം സംശയലേശമന്യേ നമ്മളോട് പറയുന്നു, എപ്രകാരം വിഷയജ്ഞാനത്തിന് വൃത്തി വേണമോ അപ്രകാരം തന്നെ ആത്മജ്ഞാനത്തിനും വൃത്തി അനിവാര്യമാണ്. വൃത്തി ഉദിച്ചാൽ മാത്രമേ അത് അറിവായി തീരും. വൃത്തി ഉദിച്ചാൽ മാത്രമേ അത് അറിവായി തീരൂ. അപ്പൊ സാമാന്യ വിഷയജ്ഞാനവും ആത്മജ്ഞാനവും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം എന്നാണെങ്കിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. വൃത്തിവ്യാപ്തി, അതായത് അന്ധകരണത്തിൻ്റെ വിഷയാകാര പരിണാമം, തദാകാര പരിണാമം വിഷയജ്ഞാനത്തിലും വേണം, ആത്മജ്ഞാനത്തിലും വേണം. വ്യത്യാസം ഒരു സ്ഥലത്ത് വിഷയമാണ്, മറ്റു സ്ഥലത്ത് ആത്മബോധമാണ്. ആത്മബോധം ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ ഉള്ളതാണ്.
എന്നാൽ ആ വിഷയത്തെ ഞാൻ പ്രകാശിപ്പിക്കുക എന്നുള്ളത് വിഷയജ്ഞാനത്തിന് അനിവാര്യമാണ്, ആത്മജ്ഞാനത്തിൽ അതില്ല. അതുകൊണ്ട് വൃത്തിസ്ഥമായ ബോധം എന്ന് പറഞ്ഞാൽ ആത്മബോധമാണ്. ഇവിടെയാണ് യോഗ ദർശനത്തിൻ്റെ പന്ഥാവും വേദാന്തത്തിൻ്റെ പന്ഥാവും വിഭിന്നമാകുന്നത്. യോഗദർശനം ഉപദേശിക്കുന്ന വൃത്തി നിരോധം എന്നുള്ളതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഒരു ഘട്ടം വരെ. പക്ഷെ വൃത്തി നിരോധത്തിലെല്ലാം ആയില്ല. വിഷയാകാര വൃത്തികൾ അടങ്ങുന്നത് അന്ധകരണത്തിൻ്റെ ഏകാഗ്രത എന്നുള്ള അവസ്ഥയിലേക്ക് നയിക്കും. ഏകാഗ്രത എന്നുള്ളത് നിരുദ്ധം എന്നുള്ള അവസ്ഥയിലേക്ക് നയിക്കും. ഈ നിരുദ്ധ സ്ഥിതിയിൽ സമ്പൂർണ്ണ വൃത്തികൾ ഇല്ലാതാവുന്നത് ഒരിക്കലും ആത്മബോധമല്ല, മറിച്ച് അവിടെ ആത്മാകാര വൃത്തി ഉദിക്കുന്നതാണ് ആത്മബോധം. ഈ വിഷയം യോഗശാസ്ത്രം ചർച്ച ചെയ്യുന്നില്ല. യോഗശാസ്ത്രത്തിൽ സമ്പൂർണ്ണ വൃത്തി നിരോധത്തെയാണ് യോഗം എന്ന് പറയുന്നത്. അവിടെ യോഗ ചിത്തവൃത്തി നിരോധ. അപ്പൊ ചിത്തവൃത്തികളുടെ നിരോധം കൊണ്ട് മാത്രം കാര്യമില്ല. ചിത്തവൃത്തികളുടെ നിരോധത്തിൽ ആത്മബോധം പ്രകാശിക്കണം, ആത്മാകാര വൃത്തി പ്രകാശിക്കണം. ഈ ആത്മാകാര വൃത്തി ഉദയത്തിന് നിശ്ചയമായും ശ്രവണ മനന നിധിധ്യാസങ്ങളുടെ അപേക്ഷയുണ്ട്. ഇതാണ് വേദാന്തത്തിൻ്റെ പക്ഷം. ഇപ്പൊ വേദാന്തം ഒരു ദർശനത്തെയും തള്ളുന്നില്ല. യോഗത്തെ തള്ളുന്നില്ല, സാഖ്യത്തെ തള്ളുന്നില്ല. പക്ഷേ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ വൃത്തിനിരോധമായിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവുന്ന ഒരു തരം സുഖാനുഭൂതിയെ നമ്മൾ ആത്മജ്ഞാനമെന്ന് തെറ്റിദ്ധരിക്കും. അത് വലിയൊരു വീഴ്ചയുടെ സാധ്യതയാണ് യോഗിക്ക്. അപ്പൊ വൃത്തിസ്ഥമായ അറിവിൽ കേവലം ഉണ്മ ഏകമാണ്, അദ്വയമാണ് എന്ന ബോധത്തിൽ വിശ്വവുമില്ല. ഈ വൈജാത്യപൂർണമായ വിവിധ പദാർത്ഥങ്ങളോടുകൂടി നേരത്തെ പറഞ്ഞ പ്രപഞ്ചം, ഈ സംസാരം, ഈ വിശ്വം, അത് താനേ അടങ്ങി. ഏതുപോലെ പ്രകാശം വന്നപ്പോ ഇരുട്ടിന്റെ സൃഷ്ടികൾ പോയി. അപ്പൊ ഇരുട്ടിന്റെ സൃഷ്ടികൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ പലതുണ്ട്. ഇരുട്ടിന്റെ സൃഷ്ടികൾ പലതുണ്ട്. ഇരുട്ടിന്റെ സൃഷ്ടികളെ കൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നതന്നുണ്ട്. ഇല്ല, പ്രേതം, പിന്നെന്താ പിശാച്, അങ്ങനെ പലതും ഉണ്ട്. ഇരുട്ട് നീങ്ങി അതൊക്കെ നീങ്ങി. അത് ശ്രദ്ധിക്കുക. ഞാൻ ഓർമ്മിക്കുകയാണ്, ഞാൻ പിശാചിനെ കണ്ടത്. അയ്യോ, വല്ലാത്ത പേടി പേടിച്ചു. ഒരു ഓർമ്മയുണ്ട്, ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിലാവും. 4ന് മുകളിലില്ല, 3ഓ 4ഓ എന്ന് ഓർമ്മയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ ഇടനാഴി, ആ ഇടനാഴിക്ക് 2-3-4 ജനവാതിലുണ്ട്. അവിടെ മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ട് എന്തോ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രായത്തിൽ പഠിക്കുമ്പോൾ പകുതി പുസ്തകത്തിലേക്കും ഉണ്ടാവും, പകുതി ജനവാതിലൂടെ പുറത്തേക്കും ഉണ്ടാവും നോട്ടം. മുത്തശ്ശിയുടെ കഥകൾ കേട്ട് കേട്ട് വലിയൊരു കഥാ സാമ്രാജ്യമുണ്ട് ഉള്ളിൽ. അതിൽ പിശാച്, പ്രേതം, ഭൂതം, ദൈവം, അപ്സരസ്, ഗന്ധർവൻ, കിന്നരൻ, അത് ഇത് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും അന്ന് ഞാൻ പിശാചിനെ കണ്ടു, ഉറപ്പായിട്ടും.
പിന്നെ പുസ്തകത്തിലേക്ക് നോക്കാൻ തോന്നില്ല, പിന്നെ അങ്ങോട്ടാ നോക്കണത്. അപ്പൊ നോക്കുന്നതിനനുസരിച്ച് പിശാച് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്, ഇളകുന്നുണ്ട്. അതോടുകൂടി പേടിയായി, കരഞ്ഞു, ബഹളം വെച്ചു. എന്താണ്? പിശാച്. എവിടെ? അവിടെ ഉണ്ട്. ഞാൻ എപ്പോൾ വരാ പറഞ്ഞു അച്ഛൻ. ആ കാലത്ത് വലിയ ടോർച്ചുണ്ട്, 5 കട്ട ഇടണം, ഒരു ഇരുമ്പിന്റെ വടി, ഒരു കത്തി, ഇതൊക്കെ ആയിട്ടാണ് അച്ഛൻ വരുന്നത്. നമുക്ക് പോവാ. ഇതൊന്നും ഇല്ലാണ്ട് അച്ഛൻ വന്നാൽ അച്ഛൻ്റെ കൂടെ പോകില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ ഇതൊക്കെ ആയി വന്നത് കൊണ്ട് ധൈര്യമുണ്ട്. കാരണം 1 കത്തിയുണ്ട്, 2 ഇരുമ്പിന്റെ വടിയുണ്ട്, ടോർച്ചുണ്ട്. അങ്ങനെയാണ് കൂടെ പോകാൻ ധൈര്യം വരുന്നത്. പോയി. എവിടെ പിശാച്? എവിടെയാണ്? നോക്കുമ്പോൾ എന്താണ്? വാഴയില തൂങ്ങി ആടുകയാണ്. ഇളം കാറ്റത്ത് അതിങ്ങനെ ഇളകുന്നുണ്ട്. പൂർണ്ണ ചന്ദ്രനില്ല, ഒരു ഇളം നിലാവേ ഉള്ളൂ. ആ ഇളം നിലാവ് ചെടികൾക്കിടയിലൂടെ വന്നിട്ട്, വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾക്കിടയിലൂടെ വന്നിട്ട് ഈ വാഴയിലയിൽ തട്ടി പ്രതിഫലിക്കുകയാണ്. അത് ഇളം കാറ്റിൽ ഇളകുകയാണ്. ഇതല്ലേ? ഇത് തന്നെ, ഇവിടെ തന്നെ. ഒന്ന് തൊട്ടോളൂ. തൊട്ടു. വാഴയിലയാന്ന് ഉറപ്പായില്ലേ? ഉറപ്പായി. ഇനി പിശാച് വരുമോ? ഇനിയില്ല. നേരെ മറിച്ച് അന്നത് ടോർച്ചടിച്ച് കാണിക്കുകയും കൈകൊണ്ട് തൊടിവിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ അത് പിശാചായി ശേഷിക്കുമായിരുന്നു. ആ പിശാച് പിന്നെയും വരുമായിരുന്നു. ചിലപ്പോൾ മന്ത്രവാദികളെടുത്ത് കൊണ്ടുപോകുമായിരുന്നു. അവരൂതി കെട്ടി അന്നത്തെ ദക്ഷിണയും വാങ്ങി ഇരിക്കുമായിരുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുക സ്വാഭാവികമായിട്ട്. ഇനി അതിനേക്കാൾ കവിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും, വിഭ്രാന്തി വരും പിശാചിനെ കണ്ടിട്ടുള്ള. അപ്പോഴും മന്ത്രവാദം കൊണ്ട് ഗുണം ചെയ്യും, തീർച്ചയായിട്ടും ഗുണം ഉണ്ടാവും. ഉണ്ടായിട്ടില്ലാത്ത വല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരും. ഇതൊക്കെയാണ് സംഭവിക്കുക. പക്ഷേ അവിടെ പ്രകാശം എന്നുള്ളത് വന്നു, വൃത്തിജ്ഞാനം ഉണ്ടായി. എന്താ വൃത്തിജ്ഞാനം? ഇത് വാഴയിലയാണ്, ഇത് വാഴയിലയാണെന്ന ബോധം ഏത് നിമിഷം വന്നോ ആ നിമിഷം പിശാച് പോയി. ഇനിയിപ്പോ ആരവിടെ പിശാച് ഉണ്ടെന്ന് പറഞ്ഞാലും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇനി ഒറിജിനൽ പിശാച് വന്നാൽ പോലും അങ്ങനെ ഉണ്ടല്ലോ, അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ എവിടെ വെളിച്ചം വന്നോ അവിടെ ഇരുട്ടിന്റെ സൃഷ്ടികളില്ല, വിശ്വമില്ല. അതിന്റെ വിത്താം അവിദ്യ അതുമില്ല. വിത്ത്, ഈ വിശ്വത്തിന്റെ മുഴുവൻ മൂലകാരണമായ അവിദ്യയുമില്ല. അവിദ്യ വിലയിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ ചോദ്യം വരുന്നുണ്ട്, ഈ ജ്ഞാനിയിൽ പൂർണ്ണമായ അവിദ്യ വിലയിച്ചിട്ടുണ്ടോ? ഇല്ല ചോദ്യമാണ്. കാരണം ഇതിപ്പോ വിജ്ഞാനദശയായോ? വൃത്തിഷ്ഠമായ അറിവുദിച്ചു, ശരി, സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട് വിജ്ഞാനദശയായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവിദ്യ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ പറയുന്നു, ഇത് വിചാരത്തിലൂടെ വൃത്തി ഉദിച്ചു എന്നുള്ളത് ശരിയാണ്. വൃത്തി ഉദിച്ചു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ആ അവസ്ഥ ചർച്ച ചെയ്താൽ മതി. കുറച്ചും കൂടി കഴിഞ്ഞ് നമുക്കിനി കുറച്ചും കൂടി ഗഹനമായി ചർച്ച ചെയ്യാനുണ്ട്, കുറച്ചും കൂടി ആഴത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. എത്ര പേര് കൂടെ വരുന്നൊന്നും അറിയില്ല കേട്ടോ. ഈ ഇരിക്കുന്നവരൊക്കെ കൂടെ വരുമെന്ന് വിചാരിക്കുക. പിന്നെ ദഹനക്കേടായി എന്നൊന്നും പറഞ്ഞേക്കരുത് നാളെ. അപ്പോ ഈ വൃത്തിഷ്ഠമായ അറിവുദിച്ചപ്പോൾ, ആത്മാകാരവൃത്തി പ്രകാശിച്ചപ്പോൾ, ആത്മാകാരവൃത്തി ശ്രദ്ധിക്കുക. ഈ ആത്മാകാരവൃത്തി എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് എന്തോന്നും ഉണ്ടാവുകയല്ല, മറിച്ച് ശ്രവണ മനന നിധ്യാസങ്ങളിലൂടെ ആത്മയാഥാത്മ്യ ബോധം സ്വതേ പ്രകാശിക്കുകയാണ്. എപ്പോ? അജ്ഞാനാവരണങ്ങൾ നീങ്ങിയപ്പോൾ. അജ്ഞാനാവരണങ്ങളുടെ നീക്കത്തിൽ ആത്മയാഥാത്മ്യം സ്വതവേ പ്രകാശിക്കുന്നതാണ്. ആ പ്രകാശത്തിൽ വിശ്വവുമില്ല, അതിൻ്റെ വിത്താം അവിദ്യ അതുമില്ല. അതിൻ്റെ വിത്താകുന്ന മൂലകാരണമാകുന്ന അവിദ്യയുമില്ല. ഏതുപോലെ? വിളക്കു വന്നാൽ അദ്ദിക്കിലെങ്ങും ഇരുളില്ല.
അതുപോലെ ലളിതമാണ്. വിളക്ക് വന്നാൽ അദ്ദിക്കിലെങ്ങും ഇരുളില്ല. വ്യക്തമാണല്ലോ. 1000 കൊല്ലമായിട്ടുള്ള ഇരുളാണ്. അതുകൊണ്ട് കുടികിടപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ വിളക്ക് വന്നോ അവിടെ ഇരുട്ടില്ല, ഇരുളില്ല. എന്നാൽ ഒരു പ്രശ്നം. എന്താ പ്രശ്നം? ഉടനങ്ങു വർത്തി വിട്ടാൽ വിളക്ക് പൊലിയുന്നു, ഇരുളും വരുന്നു. ഇത് വേദാന്തത്തിൽ സൂക്ഷ്മമായ ചർച്ച നടക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. കാരണം വേദാന്തശാസ്ത്രം ആവർത്തിച്ചു പറയുന്നു, വിജ്ഞാനിക്ക് ഒരിക്കലും പുനഃ അജ്ഞാനപ്രാപ്തിയില്ല. വിജ്ഞാനിയെ സംബന്ധിച്ച് പിന്നെ അജ്ഞാനം എന്നൊന്നില്ല. ഞാൻ മനുഷ്യനാണ് എന്നറിയുന്ന ഒരാൾക്ക് ഞാൻ മനുഷ്യനല്ല എന്ന് വരുമോ എന്നുള്ള സന്ദേഹം ഉണ്ടാവുമോ? ഇല്ല. ഞാൻ മനുഷ്യനല്ല എന്ന ബോധം ഉണ്ടാവുമോ? ഭ്രമം ഉണ്ടാവുമോ? അതും ഉണ്ടാവില്ല. ഞാൻ മനുഷ്യനല്ല എന്ന അറിവോ, ആ അറിവ് യഥാർത്ഥജ്ഞാനമല്ല, യഥാർത്ഥജ്ഞാനമാണ്. എങ്കിലും ജ്ഞാനം എന്ന് പറയാം അതിന്. അത് ഭ്രമജനിതമായ ജ്ഞാനമാണ്. അഥവാ ഞാൻ മനുഷ്യനാണോ എന്ന സന്ദേഹമോ ഉണ്ടാവില്ല ഞാൻ മനുഷ്യനാണെന്ന് അറിഞ്ഞ ആൾക്ക്. ഇതിന് ശാസ്ത്രത്തിൽ ഒരു ദൃഷ്ടാന്തം പറയുന്നുണ്ട്. ഒരാൾ ഞാൻ രാധേയനാണ് എന്ന് കണക്കാക്കി ജീവിക്കുകയാണ്. ഞാൻ രാധേയനാണ്. ആരാണ്? കർണനാണ്. കർണൻ രാധേയനാണ്. പിന്നീട് കർണൻ മനസ്സിലാക്കുകയാണ്, രാധേയൻ മനസ്സിലാക്കുകയാണ്, ഞാൻ കൗന്ദയനാണ്. ഏത് നിമിഷം ഞാൻ കൗന്ദയനാണെന്ന് മനസ്സിലാക്കിയോ ആ നിമിഷം മുതൽ താൻ ആരാണ്? കൗന്ദയനാണ്. അത് വെച്ചിട്ട് കുന്തി പറഞ്ഞ പോലെ ജീവിക്കുന്നൊന്നും അർത്ഥമില്ല, അങ്ങനെ അർത്ഥമില്ല. പക്ഷെ ഉള്ളിനുള്ളിൽ അറിയാം ഞാൻ കൗന്ദയനാണ്. ഇനി ഇത് എത്ര മറച്ചു വെച്ചാലും ഞാൻ കൗന്ദയനാണെന്നുള്ള ബോധം അവിടെ ഉണ്ട്. അപ്പൊ വിജ്ഞാനിക്ക് വീണ്ടും അജ്ഞാനപ്രാപ്തി ഇല്ല. പക്ഷേ ഇവിടെയാണ് ജ്ഞാനവിജ്ഞാനങ്ങളെ നമ്മളൊന്ന് തരംതിരിച്ച് മനസ്സിലാക്കേണ്ടത്. തൻ്റെ ഗീതോപദേശത്തിൽ ഭഗവാൻ അനേക സന്ദർഭങ്ങളിൽ ജ്ഞാനം വിജ്ഞാനസഹിതം, ജ്ഞാനം സവിജ്ഞാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തരും, ഗുരു ശാസ്ത്രപൂർവകമായ ബോധമാണ് ജ്ഞാനം. എല്ലാവിധ സംശയങ്ങളും വിപര്യങ്ങളും നീങ്ങി അതേ ജ്ഞാനം സാക്ഷാത്കൃതമാകുന്ന അവസ്ഥയാണ് വിജ്ഞാനം. വിജ്ഞാനിക്ക് പിന്നെ ഒരിക്കലും ഇളക്കമില്ല. എന്നാൽ അഭ്യാസത്തിന്റെ ഘട്ടത്തിലുള്ള ജ്ഞാനിക്ക്, ആവർത്തിക്കാം, അഭ്യാസത്തിന്റെ ഘട്ടത്തിലുള്ള ജ്ഞാനിക്ക് വീണ്ടും വീഴ്ച വരാം, വന്നൂടാന്നില്ല. ഇതിലൊരു ഒരു വല്ലാത്തൊരു പ്രയോഗം ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആത്മോപദേശ ശതകം ആരംഭിക്കുന്നത് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തുപുറത്തു മൊജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതര വീണ് വണങ്ങി യോതിടേണം എന്നാണ്. അവിടെ ഈ അറിവിലുമേറി അറിഞ്ഞിടുക എന്നുള്ള പ്രയോഗം എന്താണ്?
അതിൻ്റെ വ്യാപ്തി എന്താണ്? അതിനെക്കൊണ്ട് ഉപനിഷത്ത് പറയുന്നുണ്ട്, തമേവ ധീരോ വിജ്ഞായ പ്രജ്ഞാം കുർവീത ബ്രാഹ്മണ നാനുധ്യായാൻ ബഹൂൻ ശബ്ദാൻ വാചോ വിഗ്ലാപനം ഹി തത് എന്ന്. തമേവ ധീരോ വിജ്ഞായ പ്രജ്ഞാം കുർവീത ബ്രാഹ്മണ. ആ പരമസത്യത്തെ തന്നെ സാക്ഷാത്കരിച്ചിട്ട് പ്രജ്ഞയെ ഉറപ്പിക്കണം. ഇതാണ് വിദ്വാൻ വേണ്ടത്. അല്ലാതെ ഒരുപാട് ഗ്രന്ഥങ്ങളെ പഠിക്കുന്നു എന്നുള്ളതല്ല. നാനുധ്യായാൻ ബഹൂൻ ശബ്ദാൻ വാചോ വിഗ്ലാപനം ചെയ്തത്, അത് വാക്കസർത്താണ്. ഒരുപാട് ഗ്രന്ഥരാശികളെ പഠിക്കുന്നു, അതിൽ അഭിമാനിക്കുന്നു എന്നുള്ളത് കേവലം വാക്കസർത്തായി തീരാം. പാണ്ഡിത്യ അഭിമാനത്തിലേക്ക് നയിക്കാം. ഞാൻ വലിയ പണ്ഡിതനാണെന്നുള്ള അഭിമാനത്തിലേക്ക് നയിക്കാം. എന്ന് വെച്ചാൽ ഗ്രന്ഥജ്ഞാനം വേണ്ടെന്നാണോ പറഞ്ഞത്? അല്ല, ഒരിക്കലും അല്ല. വൃത്തി ഉദിക്കുന്നതിന് ആവശ്യമായ ശ്രവണ മനന നിധ്യാസങ്ങൾ വേണം. വൃത്തി ഉദിച്ചു കഴിഞ്ഞാൽ അതിനെ ഉറപ്പിക്കാനാണ് നോക്കേണ്ടത്. ഈ ഘട്ടത്തിൽ ഇവിടെ വിവേകത്തിൻ്റെ തലത്തിൽ ആത്മയാഥാത്മ്യത്തെ ഗ്രഹിച്ചു, സംശയരഹിതമായിട്ട് ഗ്രഹിച്ചു. അത് ശരിയാണ്. അതുകൊണ്ട് ഉറപ്പുണ്ട്, പരോക്ഷജ്ഞാനം കൊണ്ട് ഉറപ്പുണ്ട്, പരോക്ഷജ്ഞാനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അത് അപരോക്ഷ സാക്ഷാത്കാരമായിട്ടില്ല. അതുകൊണ്ട് ഈ ദശയിൽ വർത്തി വിട്ടാൽ, തിരി വിട്ടു കഴിഞ്ഞാൽ, വർത്തി തിരി വിട്ടാൽ വിളക്ക് പൊലിയുന്നു. അങ്ങനെ വിളക്ക് പൊലിഞ്ഞാലോ ഇരുളും വരുന്നു. ഇരുള് വന്നാലോ നേരത്തെ ഇരുട്ടിന്റെ സൃഷ്ടികളൊക്കെ വീണ്ടും വരാം. അതുകൊണ്ട് ഈ അവസ്ഥയിലുള്ള സാധകനാണ്, അല്ലെങ്കിൽ ജ്ഞാനിയാണ് ഏറ്റവും കരുതലോടുകൂടി ജീവിക്കേണ്ടത്. വിളക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ തിരി വിട്ടുപോവാതെ നിലനിർത്തണം. ഏതുവരെ? ആ ആത്മബോധം സുദൃഢമാകുന്നത് വരെ. സുദൃഢമായ വിജ്ഞാന തലത്തിൽ ഇനി അതിനിളക്കം വരില്ല. അവിടെ ചോദിക്കുന്നുണ്ട്, വന്നൂടെ? വീണ്ടും അജ്ഞാനം വന്നൂടെ? വരില്ല. വന്നൂടെ? വരില്ലാന്ന്. അവിടെ വിദ്യാരണ്യ സ്വാമികളൊരു ദൃഷ്ടാന്തം പറയുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ചുണ്ടലി പൂച്ചയെ ഭയപ്പെടുത്തുന്നില്ല, പിന്നെയല്ലേ ചത്തത്. ജീവിച്ചിരിക്കുന്ന എലിയല്ല, ചുണ്ടലി. പ്രത്യേകം ശ്രദ്ധിക്കണം. ചില എലിനെ കണ്ടാൽ പൂച്ച പേടിച്ചോളും. ഇല്ല, ഇപ്പോഴത്തെ ചില എലികളൊക്കെ വലിയ എലികളുണ്ട്. പൂച്ച പോയ പോക്ക് വഴി കാണില്ല. അതുകൊണ്ടാണ് ആചാര്യൻ എന്ത് പറഞ്ഞത്? ചുണ്ടലി എന്ന് പറഞ്ഞത്. ജീവൻ ആഘൂർണമാർജാരം ഹന്തി കഥം പുനഃ മൃത. അപ്പൊ വിജ്ഞാനിക്ക് പിന്നെ അജ്ഞാനോദയമില്ല. എന്തുകൊണ്ടെന്നാൽ അവിദ്യ സകാരണം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ സാധനാഭ്യാസം ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രവണ മനന നിധ്യാസ ലക്ഷണമായിരിക്കുന്ന സാധനാക്രമത്തിൽ സഞ്ചരിക്കുന്ന സാധകൻ വളരെ ജാഗ്രതയായിരിക്കണം. തിരിവിട്ടുപോകാതെ ഇരിക്കണം. അപ്പൊ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വീണ്ടും അജ്ഞാനം വരാം എന്നാണ് പറയുന്നതെങ്കിൽ പരോക്ഷജ്ഞാനം കൊണ്ട് പ്രയോജനമില്ലെന്നാണോ പറയുന്നത്? പരോക്ഷജ്ഞാനം കൊണ്ട് പ്രയോജനമുണ്ട്. പരോക്ഷജ്ഞാനമുള്ള ആൾക്ക് അറിയാം, ആ അറിവ് ഇളകൊന്നുമില്ല, അറിവ് പോവില്ല. പക്ഷേ എന്നാലും അവിടെ മായായവനികം വരാം.
അത് അപരോക്ഷ സാക്ഷാത്കാരമായാൽ പിന്നെ അളപ്പല്ല. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. നോക്കൂ, വൃത്തിസ്ഥമാമറിവിൽ വിശ്വവുമില്ലതിന്റെ വിത്താം അവിദ്യ അതുമില്ല വിളക്കു വന്നാൽ അതിക്കിലെങ്ങും ഇരുളില്ലുടനങ്ങു വർത്തിവിട്ടാൽ വിളക്കു പൊലിയുന്നിരുളും വരുന്നു. ഇപ്പൊ വൃത്തിസ്ഥമാമറിവിൽ വിശ്വവുമില്ല, അതിന്റെ വിത്താം അവിദ്യയുമില്ല. അതാണ് ആദ്യത്തെ വാചകം. രണ്ടാമത്തത് അതിന് ഉദാഹരണം, വിളക്ക് വന്നാൽ അബ്ദിക്കിലെങ്ങും ഇരുളില്ല. ഇതാണ് ദൃഷ്ടാന്തം. എന്നാൽ ജ്ഞാനസാധകൻ ശ്രദ്ധിക്കേണ്ടതാണ്, ഉടനങ്ങ് വർത്തിവിട്ടാൽ വിളക്ക് പൊലിയുന്നു. അതുകൊണ്ട് ഉപനിഷത്ത് നമ്മളോട് പറയുന്നുണ്ട്, താവദേവ നിരോധവ്യം യാവത് ഹൃദി ഗതം ക്ഷയം. അത്ര കാലം വരെയും നിരോധാഭ്യാസം ചെയ്യണം. എത്ര കാലം? ഹൃദിഗതം ക്ഷയം. തൻ്റെ പ്രത്യേകാത്മബോധത്തിൽ ആത്മജ്ഞാനം വിലയിച്ചേകീഭവിക്കുന്നത് വരെ നിരോധം ചെയ്യണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഗൃഹസ്ഥൻ, ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, സന്യാസി എന്നൊന്നും വ്യത്യാസമില്ല. വേദാന്ത സാധകന്മാർക്കൊക്കെ തന്നെ ഈ കുഴപ്പം വരാം. എങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും അത് പ്രശ്നകരമാവുക മറ്റെല്ലാം വിട്ട് സന്യാസമാർഗത്തിൽ പോയവർക്കാണ്. കാരണം ഈ ഒരു വിശിഷ്ടമായ വിരക്തിയുടെ, വൈരാഗ്യത്തിൻ്റെ, അതുപോലെ സാധനാനിഷ്ഠയുടെ ബലമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് തത്വാന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ സത്യാന്വേഷണത്തിൻ്റെ മാർഗത്തിൽ മറ്റെല്ലാം അപ്രസക്തമാകും വിധം ഒരു ജീവിതക്രമം സ്വീകരിക്കാൻ പറ്റും. അല്ലെങ്കിൽ പറ്റില്ല. പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്, പറ്റില്ല. അപ്പോ അത്തരമൊരു ക്രമത്തിലേക്ക് അയാൾ ജീവിതം നയിച്ചിട്ടും പിന്നെ ക്രമേണ അതിൽ വീഴ്ചകൾ വന്നാൽ അല്ലെങ്കിൽ അതിൽ നീക്കുപോക്കുകൾ ചെയ്താൽ എന്താവും സ്ഥിതി? ഇതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഭൂമിയുടെ ആകർഷണ വലയത്തെ ഭേദിച്ച് ഒരു റോക്കറ്റ് പോകണമെങ്കിൽ അതിനൊരു നിശ്ചിതമായ പ്രവേഗം വേണം. ഒരു നിശ്ചിത വെലോസിറ്റി അതിനില്ലെങ്കിൽ അതിനൊരിക്കലും ഇതിനെ ഭേദിച്ചു പോകാൻ കഴിയില്ല. അപ്പൊ ആ രീതിയിൽ അത് വിക്ഷേപണം ചെയ്യപ്പെട്ടു. വിക്ഷേപണം ചെയ്യപ്പെട്ടപ്പോൾ ആവശ്യമായ വേഗതയുണ്ട് എന്ന് വിചാരിക്കുക. എന്നാൽ ആകർഷണ സീമയെ ഭേദിക്കുന്ന സമയത്ത് ആ വേഗത ശൂന്യമായാൽ ഇനി മുന്നോട്ട് പോവോ? ഇല്ല. താഴേക്ക് വരുമോ? ഇല്ല, താഴേക്ക് വരില്ല. കാരണം അവിടെ ആകർഷണം ഇല്ല. ആകർഷണം ഇത് ശൂന്യമായി. ഭൂമിയുടെ ആകർഷണം ശൂന്യമായതുകൊണ്ട് താഴേക്ക് വീഴില്ല. വേഗമില്ലാത്തതുകൊണ്ട് മുകളിലേക്കും പോവില്ല. നിന്നെടുത്ത് നിൽക്കുവോ? അതുമില്ല. പിന്നെ എന്ത് പറ്റും? കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ 10,000 മനുഷ്യന്മാർ വിട്ട ദ്രവ്യങ്ങൾ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മാലിന്യങ്ങൾ നമ്മളെ ഭൂമിയിലുള്ളതിനേക്കാൾ മാലിന്യമാണ് അത്ര അവിടെ. ആ പറഞ്ഞു കേൾക്കണത് ആര് കണ്ടു? ഇതൊക്കെ ഈ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ കഷ്ണങ്ങളും മൂലകളും മാത്രമൊന്നും അല്ല എന്നാ പറയണത്. വേറെ വിസർജ്യങ്ങളടക്കം ലക്ഷക്കണക്കിന് ബാക്കുകൾ ചുറ്റിക്കൊണ്ടേ ഇരിക്കുക എന്നാണ്. ആര് കണ്ടു? ഇതൊക്കെ സത്യസ്ഥിതി എന്താന്നൊക്കെ നമുക്കിതൊന്നും അറിയില്ലേ. പക്ഷെ ഒന്നുറപ്പാ, അങ്ങോട്ടും പോവില്ല, ഇങ്ങോട്ടും വരില്ല,
നിന്നെടുത്തോട്ട് നിൽക്കുകയില്ല. പിന്നെ ഞാൻ സന്യാസി തന്നെ, നിങ്ങളൊക്കെ ദക്ഷിണ തരണം, നിങ്ങളൊക്കെ ദക്ഷിണ തന്നാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിനക്ക് ഇത് അനുഗ്രഹിക്കാൻ കഴിവുണ്ടോ? ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പേടിപ്പിക്കും നിങ്ങളെ, ഞാൻ നിങ്ങളെ ശപിക്കും. ശപിക്കാൻ കഴിവുണ്ടോ? അതും പ്രശ്നം തന്നെ, ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ ഒരു പരസ്പരം ഭാവം എന്താന്നുള്ള രീതിയിൽ അങ്ങനെ പോവുക, അത്രയും. ഏതുവരെ? കാറ്റ് പോണ വരെ. നല്ല ആളായിരുന്നു കേട്ടോ, പാവം ചിദാനന്ദപുരി സ്വാമി നല്ല ആളായിരുന്നു എന്ന അഭിപ്രായവും പറയും. കഴിഞ്ഞു അവിടെ കറക്കത്തോട് കറക്കം. ഇങ്ങോട്ടുണ്ടോ? ഇങ്ങോട്ടില്ല. അങ്ങോട്ടുണ്ടോ? അങ്ങോട്ടില്ല. നിന്നെടുത്തുണ്ടോ? അതുമില്ല. എൻ്റെ ആശ്രമം, എൻ്റെ ശിഷ്യന്മാര്, ഞാൻ എത്ര യജ്ഞം നടത്തിയെന്ന് നിങ്ങൾക്കറിയാം. എന്താ നിങ്ങളിപ്പോൾ 22 എന്നൊക്കെ നാൾ പറഞ്ഞു, അത് ഇവിടെ ഉള്ള മാത്രമല്ലേ? എന്താ വെട്ടിത്തം പറയണം? 1000കണക്കിനല്ലേ. ഞാൻ മോശക്കാരനാ? എന്താ നിങ്ങൾ വിചാരിച്ചേ? ഞാനത്ര മോശക്കാരനൊന്നുമല്ല. പണ്ഡിതരത്നമാണ്. പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരിയാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലായി വിചാരിക്കുക. ഇതൊക്കെ ഈ കറക്ക് കമ്പനീൻ്റെ ഭാഗങ്ങളാണ് മുഴുവൻ കറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ ആകെയുള്ളൊരു ഗുണം എന്താ വെച്ചാൽ കുറച്ച് വേദാന്തം പഠിച്ചത് കൊണ്ട് ഇതൊക്കെ വ്യാഖ്യാനിക്കാനും കഴിയും. അതൊന്നും പ്രശ്നമല്ല, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞു, സ്വാമി നെഞ്ചുവേദന വല്ലാതെ ഉണ്ടല്ലോ, ആ ലക്ഷണം വളരെ മോശമാണെന്നാ തോന്നണത്. അല്ല സ്വാമി എന്താ ബേജാറായത്? കഴിഞ്ഞ ആഴ്ചയല്ലേ അവിടെ കൊള്ളങ്ങോട്ട് വന്നപ്പോൾ ടോപ്പ് വേദാന്തം പ്രസംഗിച്ചത്? അത് നിങ്ങളോട് പറഞ്ഞതല്ലേ, എൻ്റെ വേദന എനിക്കല്ലേ അറിയുള്ളൂ. മനസ്സിലായില്ല? ഇതാണ് ഈ കറക്കം. അതുകൊണ്ട് വിജ്ഞാനിയുടെ ലക്ഷണം അവൻ്റെ വേദാന്ത പ്രസംഗമോ അവനെഴുതിയ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യസമ്പത്തോ അവൻ്റെ ദക്ഷിണാസമ്പത്തോ ഒന്നുമല്ല. ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കണമെങ്കിൽ എൻ്റെ ബാങ്കിലേക്ക് ആദ്യം 1.5 ലക്ഷം രൂപ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നാലേ ഞാൻ വന്ന് പ്രസംഗിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്ന് എന്നെ വിളിച്ചാൽ കിട്ടില്ല. അത് നിങ്ങൾ അറിയാണ്ടിൻ്റെ സംഘാടകരായിട്ട് ഞാൻ ഒപ്പിക്കും. അതാണ്. അതുകൊണ്ട് അതൊന്നുമല്ല പറഞ്ഞത്. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കുതശ്ചന. എന്താണ് ജ്ഞാനിയുടെ ലക്ഷണം? വിജ്ഞാനിയുടെ ലക്ഷണം പറഞ്ഞത് അവൻ ഒന്നിൽ നിന്നും ഭയപ്പെടുന്നില്ല. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കദാചന. ബ്രഹ്മജ്ഞാനി ബ്രഹ്മവിജ്ഞാനി ഒരിക്കലും ഭയപ്പെടുന്നില്ല. ഇതേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. വേറൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയൊക്കെ ലൗകികന്മാർ പറയുന്നതാ. അതുകൊണ്ട് ജ്ഞാനവിജ്ഞാനങ്ങളുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. ജ്ഞാനിയെ സംബന്ധിച്ച് പറയുകയാണ്, വർത്തി വിട്ടാൽ വിളക്ക് പൊലിയുന്നു, ഇരുളും വരുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത്. ആ ഒരു അന്ധകാരത്തിലേക്ക് ആണ്ടു പോകരുത്. പിന്നെ എന്ത് വേണം? ദൃഢത കൈവരുന്നത് വരെ, വിജ്ഞാനത്തിൽ ഉറയ്ക്കുന്നത് വരെ ഈ വർത്തി വിടാതെ വെച്ചോളണം. മനസ്സിലായി എന്ന് വിചാരിക്കുക. ഇല്ലേ? നോക്കൂ, വൃത്തിഷ്ഠമാമറിവിൽ വിശ്വവുമില്ലതിൻ്റെ വിത്താമവിദ്യതുമില്ല. വിളക്കു വന്നാൽ അത്തിക്കിലെങ്ങും ഇരുളിൽ ഉടനങ്ങു വർത്തി വിട്ടാൽ വിളക്കു പൊലിയുന്നിരുളും വരുന്നു. ഇനി ഒന്നും പറയാനില്ല കേട്ടോ. അപ്പൊ ഇനിയിപ്പോ 19 ശ്ലോകം വരെയോ? പറഞ്ഞത് തന്നെ പറയാന്ന്. അതിനാ പറഞ്ഞാ പറയണത്, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. വേറെ എന്തിനാ? ഈ വേദാന്തത്തിൽ ഞാൻ മന്ത്രാണാം ജാമിത അസ്തി എന്നൊരു പ്രയോഗം ഭാഷ്യകാരൻ ചെയ്യുന്നുണ്ട്. മന്ത്രങ്ങൾക്ക് ലജ്ജയില്ല. പറഞ്ഞ തന്നെ പറയും. എന്തുകൊണ്ട് ലജ്ജയില്ല? എൻ്റെ ഗുരുനാഥ, നിങ്ങൾക്കൊരു നാണം വേണ്ടത്? ഇത്ര കാലമായി നിങ്ങൾ ഈ കയറും പാമ്പും ഈ എന്താ പറയണ്ടേ സ്വർണവും ആഭരണവും ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും അതിനല്ലേ പറയണത്? ഞാൻ 1000 കൊല്ലായി കേൾക്കണു എന്ന് തന്നെയാ പറയണം. നീ 1000 കൊല്ലായി കേൾക്കണോണ്ടാ ഞാൻ പറയണത്. അപ്പൊ എനിക്കാണോ ലജ്ജ വേണ്ട, നിനക്കാണോ?
നീ കേൾക്കാനിരിക്കണോണ്ടല്ലേ ഞാൻ പറയണത്. പറഞ്ഞുകൊണ്ടേയിരിക്കും. കേട്ടവര് കൃതാർത്ഥരായവര് മാറിപ്പോകും. ഒരു 2-3 കൊല്ലം മുമ്പ്, 3-4 കൊല്ലം മുമ്പ്, ആ കോവിഡിന് തൊട്ട് മുമ്പുള്ള കാലത്താണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് പോയി. എനിക്ക് അത്ഭുതമായി, സ്കൂൾ അവിടെ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്കൂൾ കഴിഞ്ഞു എന്നാണ്. ഞാൻ പാസ്സായതോടുകൂടി 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ സ്കൂൾ നിർത്തിയെന്നാണ് ഞാൻ വിചാരിച്ചേ. നോക്കുമ്പോൾ അല്ല, അപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും അതിൻ്റെ ക്ലാസ്സിൻ്റെ പേര് 7ാം ക്ലാസ് തന്നെയാണത്രേ. ഇപ്പോഴും 5 കഴിഞ്ഞാൽ 6 ആണത്രേ, 6 കഴിഞ്ഞാൽ ഇപ്പോഴും 7 ആണത്രേ. അന്നും അങ്ങനെ തന്നെയായിരുന്നു. മനസ്സിലായില്ല? ശാസ്ത്രവും ആചാര്യനും ഒരേ ആശയത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആർക്ക് വൃത്തിഷ്ഠമായ അറിവ് പ്രകാശിച്ചോ അവര് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. അവരപ്പുറത്ത് വേറെ സ്ഥലത്ത് പോയി ഇരുന്ന് അവർക്ക് കിട്ടിയത് അവർ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും. ഇത് അനാദികാലമായി അനന്തമായി തുടരുന്നത് കൊണ്ട് സനാതനധർമ്മം ശോഭിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഏതായാലും ഈ ശ്ലോകം നല്ലോണം ഉറപ്പിക്കുക.